അസ്സലാമലൈക്കും. ഇതില്ലേ പച്ച കളർ കോഴി വരക്കുന്നത്. ഇത് കുരുമുളക്, 1 സ്പൂണ് കുരുമുളക്. ഇത് കുറേ ഉണ്ട് ഞങ്ങൾക്ക്. 2 കോഴി വരക്കുന്നത്. 2 കോഴി വരക്കാനും പിന്നെ ഞാൻ കുറച്ച് എടുത്തേക്കാനും. ഇത് കറാമ്പ് 1 സ്പൂണ്. 3 ഇത് പട്ട ഇത്ര എന്തൊരു 5-8 10 ഏലക്ക്. ഇത് പെരുജീരകം. ഇത് നല്ല ജീരകം. എല്ലാം നാഗട്ടിട്ട് പൊടിച്ചിട്ട് അരച്ചിട്ട് എടുത്തേക്കാൻ. അപ്പൊ ഇപ്പൊ കോഴി പെരക്കുന്നതിലുണ്ട്. അപ്പൊ കോഴി പെരക്കുന്നത് കാട്ടിക്കാം. ഇന്ന് 2 കോഴി പെരക്കുന്നു. ഇത് 3 വലിയ ഉള്ളി, 10 ചെറിയ ഉള്ളി, 1 കൈപ്പിടി കുറച്ചു വെളുത്തുള്ളി. ഇത് ഇഞ്ചി. ഇത് മറ്റേ കുറച്ച് ഇതാക്കിട്ട് കൊണ്ടുവച്ചിട്ടില്ല, ഇക്കാക്കിട്ട് ഒരു വലിയ കഷ്ണം. ഇത് ദുബൈയിലെ ഇഞ്ചി അല്ലേ, വലിയതല്ലേ, വലിയ കഷ്ണം 2 ഇഞ്ചി. ഒരു 100 ഗ്രാം ആവും. 10 ഗ്രാം പച്ചമുളക്. ഇതെല്ലാം പച്ചക്കറിയും വെക്കായില് എല്ലാവർക്കും. ആണ് ജീവനാദി ആണും കൊണ്ടല്ലേ നിങ്ങൾക്ക് പച്ചക്കറിയും വെക്ക. പച്ചക്കറി ആക്കിട്ട് വെക്ക, ഫ്രൈയും ആക്കാം. ഫ്രൈ അല്ല ഞാൻ ഇങ്ങ തബേര് പച്ചക്കറി കറി അല്ലല്ലോ. പച്ച കളറില് കോഴിക്കറി പോയി പൊരിക്കുകയും ചെയ്യാണ്. അല്ല, അത് ഞാൻ ആക്കീനട്ടാ. ഇതെങ്ങനെ ആക്കിയെന്ന് വെച്ചെങ്കിൽ ഇല്ലേ, ഇതേ മസാലയില് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ ബേക്കാൻ വെച്ചത്. വേറെ എന്താക്കില്ല, കുറച്ച് ഉള്ളി മാത്രം ഇട്ടത്. ചിക്കൻ 2 കെട്ട് മല്ലിയില. ഇപ്പൊ ഫുൾ അരക്കാന് ഇപ്പൊ ഒന്നിച്ചിട്ട് അരയില്ല. ഇത് കുറച്ച് മല്ലിയിലും പുതിനയും മിക്സ് ഇല്ല. പുതിന അതാടി ഉണ്ട്. ഇത്ര പുതിന പറഞ്ഞിട്ടുണ്ട്. 2 കെട്ട് പൊതീനല്ലേ. അപ്പൊ ഇതാ ഒരു 2-3 സ്പൂൺ ഉപ്പിടുന്നു. ഇതില്ല, ഇത് കോഴി പെരക്കിയത്. ഇപ്പൊ പെരക്കിട്ട് അത് ജോക്ക് അബുദാബിക്ക് കൊണ്ടുപോവാ കൊടുക്കുന്നത്. ഇപ്പൊ വെക്കുമ്പോ ഇല്ല നിങ്ങൾ അതിന് ഇതാക്കണ്ട, മുന്നേ പെരക്കിക്കണ്ട. അത് ആക്കിട്ട് ഫ്രിഡ്ജിൽ വെച്ച. എത്ര ചെറുപുളി? ചെറുപുളി 4 ഉണ്ട്. 4 ഈരിട്ടിട്ട ഇതിനകത്ത്. അത് അത്ര ഓരോ ആവശ്യത്തിനനുസരിച്ച് കുട്ടിക്കോട്ട് 1 കോഴി വെക്കുന്നത് 1 ചെറുപുളി, 2 കോഴി വെക്കുന്നത് 2 ചെറുപുളി. ഇത് ഞങ്ങൾ എടുത്തേക്കുന്നില്ലേ. ഇതിപ്പോ പെരക്കിയിട്ട് വെക്കുന്നു. പെരക്കിയിട്ട് വെച്ചെങ്കിൽ ഇതിപ്പോ കൊണ്ടുപോകാനുള്ളത്. ഇനി പെരക്കിയിട്ട് വെക്കുന്നില്ല, ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തൈറും പിന്നെ ചെറുപുളിയിലും പെരക്കിയിട്ട് വെക്കണം. എന്നിട്ടായിട്ട് അപ്പൊ അതും എടുത്തിട്ട് വെക്കണം. ഇത് പെരക്കുന്നതിലേക്ക് ഉപ്പിടുന്ന കുറച്ച് സിർക്ക ഒഴിക്കണം. ഇതിലേക്ക് 2 സ്പൂൺ. അതിന് മഞ്ഞപ്പൊടി ഇടുന്നു. 2 സ്പൂൺ ഇട്. മതി. 1.5 കിലോ കോഴിയുണ്ട്. അത് പെരക്കിട്ട് വെച്ചിട്ട് ഇപ്പൊ ചോക്കാണ് പോകുമ്പോ കൊണ്ടുപോയി കറി വെക്കാൻ. അത് ഫ്രിഡ്ജിൽ ഞങ്ങൾ സ്റ്റോക്ക് ആക്കിട്ട് വെക്കുന്നത്. അപ്പൊ ഇതിലെ നമുക്ക് കറിയും വെക്കാം, പൊരിക്കുകയും ചെയ്യാം. കറി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണ വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫസ്റ്റ് അതിലേക്കില്ലേ ഉള്ളിയുടെ ഞാൻ ഓൾറെഡി കായ്ച്ചിട്ടുണ്ടാകുന്ന ഉള്ളി അത് ഇട്ടിട്ടായിട്ടില്ലേ ഇതിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ടായിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ രണ്ടാം. അങ്ങനെ തളിച്ച് കഴിയുമ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഗ്രീൻ മസാല കറിയാണ്. ഇതില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് എയർ ഫ്രയറിലോ അല്ലെങ്കിൽ തവ ഫ്രൈ ചെയ്യാം. മുക്കിയിട്ട് നല്ലോണം പൊരിക്കണ്ട. ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മ ഇങ്ങനെ ഇതാക്കുന്നില്ല, അങ്ങനെ ചിലപ്പോ വെള്ളമായിട്ട് ആയിട്ട് ഇങ്ങനെ വെക്കണോ. ഇല്ലെങ്കിൽ ഡയറക്റ്റ് കോഴി കയറ്റി നമ്മ മസാലയിൽ പരിക്കെങ്കിൽ ഇല്ലേ വെള്ളം വരുമല്ലോ. കുറെ കഴിയുമ്പോ കയ്യിന്റെ വെള്ളം വെള്ളം വന്നിട്ട് നമ്മ ഫ്രൈ ആക്കുമ്പോ മസാല എടുത്തലും ചിക്കൻ എടുത്തലും ഉണ്ടാവും. വെയിലിട്ടിട്ട് ഇത് ഞങ്ങൾ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കുന്നു. നോമ്പിന് ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഇന്ന് സ്പൂണോട് കോരിച്ചിട്ടെങ്കിൽ മതി. ഇതെല്ലാം ഇട്ടങ്ങ് കണ്ടല്ലോ. ഇത് ഞങ്ങൾ സ്റ്റോക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു. ഇതിൻ്റെ മക്കളെ ഞങ്ങൾക്ക് കാണിക്കാൻ മറന്നു. ഇനി ആണ് ജിമനാദിയാ പെണ്ണ് ജിമതി ആരും ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദുബൈയിൽ. അപ്പം എന്തില്ല ഇതിൽ എണ്ണ ഒഴിക്കാൻ എനിക്ക് വിട്ടുപോയി കുറേ ഉണ്ടത് കൊണ്ട്. അപ്പം ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾ വെക്കുന്നെങ്കിൽ നല്ലത്. എണ്ണയും കൂട്ടിക്കും. ഇത് ഈ എണ്ണ സൺഫ്ലവർ എണ്ണ ഒഴിച്ചാൽ മതി. ഇത് ഒഴിച്ചാ പെരക്കുന്നതിലൊക്കെ എണ്ണ ഒഴിക്കണം. അത് മറന്നു. ഇനി ഇത് ചുവന്ന മസാലയിൽ പെരക്കിയിട്ട് വെക്കുന്നേ. അത് ജോളിപ്പോൾ അബുദാബിക്ക് പോകുന്നുള്ളൂ. ലേസം ഒരു കഷ്ണം ഇത് ഞങ്ങൾ വറുത്തരച്ചിട്ട് വെച്ചിട്ടുണ്ടായ മോള്. ഇത് വറുത്തരച്ച മോള്, മനസ്സിലായ? ഇത് ഇതിലേക്ക് ഇട്ടിട്ട് പെരക്കിയിട്ട് വെച്ചെങ്കിൽ ചുവന്ന കറി വേണമെങ്കിൽ വെക്കും.
അതായത് ഇങ്ങനെ പെരക്കിയിട്ട് കൊടുക്കുന്ന കോഴി പെരക്കിയിട്ട് ഇത് വെച്ചെങ്കിൽ കറി വെക്കാൻ എളുപ്പം. കറി വെക്കാൻ അങ്ങനെ കറി വെക്കാൻ എന്താക്കണ്ട ഇതാ ഈ ഉള്ളി ഈ ഉള്ളി എണ്ണ കൂട്ടിട്ട് ഈ ഉള്ളി ഇടണം. ഇട്ട ഉടനെ പിന്നെ ഇതാക്കണം എന്ത് അല്ല മസാല ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അത് ഇടണമെന്നുള്ളൂ. അത് നമുക്ക് നിർബന്ധമില്ല. എന്ത് നിർബന്ധമില്ല ഇടണോ ഈരത് കുറച്ച് ടേസ്റ്റിന് ഇട്ടത് ഇടണോ. ഞാനിപ്പോ ഞാൻ വെച്ച കറി കണ്ടിട്ടേ ഞാൻ ഇട്ടിന് ഞാൻ ഇടാ തേഞ്ഞിട്ട് ഇത് കാച്ചുന്നില്ലല്ലോ ഇനി പുളി ഇതോട് കറി വെക്കുന്നേല്ലോ. നോമ്പിന് കാച്ചാനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് കറി വെക്കാനല്ല കറിയും വെക്കാം ഇതിങ്ങനെ ആക്കിയെങ്കിലും വെക്കാം. ഇതും വെക്കിട്ട് ഇത് വെക്കി ഇതൊരു പേക്കായിട്ട് വെക്കാം.